ദൈവത്തിന് സ്തോത്രം. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പ്രാർത്ഥന എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണല്ലോ ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയും ചില കാര്യങ്ങളൂടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 വേദഭാഗങ്ങൾ പ്രാരംഭമായിട്ട് വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 1-ാമത്തെ വാക്യം. മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്നുള്ളതിന് യേശു അവരോട് ഒരു ഉപമ പറഞ്ഞത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-ാമത്തെ വാക്യം. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടുന്നത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, മടുത്തു പോകരുത്, പ്രാർത്ഥിക്കുക, മറുപടിയുണ്ട്. പരിശുദ്ധാത്മാവ് വീണ്ടും ഉറപ്പിച്ചു തരികയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെട്ടതെല്ലാം ദൈവത്തെ അറിയിക്കുക അത്ര വേണ്ടത്. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവത്തെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക ദൈവദാസന്മാരുടെയും പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇന്ന് ഒരു ഭാഗം കൂടെ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം 12-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നു. എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്നു തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. നോക്കുക, അബ്രഹാമിൻ്റെ വീട്ടിലെ ദാസന്മാരുടെ പ്രമാണിയായിരിക്കുന്ന, കാര്യസ്ഥനായിരിക്കുന്ന എലിയാസർ എന്ന വ്യക്തിയുടെ പ്രാർത്ഥനയുടെ ഒരു വാചകമാണ് ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത്. അദ്ദേഹത്തെ വലിയൊരു ദൗത്യം അബ്രഹാം ഏൽപ്പിച്ചു. 24-ാം അധ്യായം 1 വാക്യങ്ങൾ നാം വായിക്കുന്ന, അബ്രഹാം വയസ്സിൽ നിന്ന് വൃദ്ധനായി. യഹോവ അബ്രഹാമിനെ സകലത്തിലും അനുഗ്രഹിച്ചിരുന്നു. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെ വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്. അപ്പോൾ വയസ്സിൽ നിന്ന് വൃദ്ധനായി. തനിനി എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് തനിക്ക് ഉറപ്പില്ല, ബോധ്യമില്ല. അതിനു മുമ്പ് 23-ാം അധ്യായത്തിൽ, ഈ സംഭവത്തിന് മുമ്പ് 23-ാം അധ്യായത്തിൽ തൻ്റെ ഭാര്യ നിത്യതയിലേക്ക് പ്രവേശിച്ചു. തന്നെ വിട്ട് യാത്ര പറഞ്ഞു പോയി, മരിച്ചുപോയി. തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ വിവാഹം നടന്നില്ല. അത് കഴിഞ്ഞ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രയാസം. മാതാവ് മരിച്ചു, താനും ഇനി എന്നാ മരിക്കുന്നറിയയില്ല. അതുകൊണ്ട് തൻ്റെ വീട്ടിലെ എല്ലാത്തിൻ്റെയും കാര്യസ്ഥനായിരിക്കുന്ന എലിയാസറിനെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്നോടൊരു സത്യം ചെയ്യണം. എൻ്റെ മകൻ്റെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ നിന്നെ ഞാൻ ഏൽപ്പിക്കും. നീ ഉത്തരവാദിത്വത്തോടെ ആ കാര്യങ്ങൾ ചെയ്യണം. അല്ലേ പ്രധാന കാര്യം, തൻ്റെ ചാർച്ചക്കാരുടെ നടുവിൽ നിന്ന് ഒരു പെൺകുട്ടിയെ മാത്രമേ അവന് ഭാര്യയായി എടുക്കുവാൻ പാടുള്ളൂ. അതിൻ്റെ ചാർച്ചക്കാർ പാർക്കുന്ന സ്ഥലത്ത് ചെന്ന് ഈ കാര്യം ആലോചിച്ച് അവിടുന്ന് ഒരു പെൺകുട്ടിയെ അവന് വേണ്ടി ഒരുക്കി കൊണ്ടുവന്ന് വിവാഹം നടത്തണം. അത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം വളരെ ദൂരത്തിലാണ് അബ്രഹാം താമസിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞു, ചുറ്റുപാടുമുള്ള ആളുകളിൽ നിന്ന് എൻ്റെ മകൻ ഒരു ഭാര്യ എടുക്കരുത് എന്നും ഒരു മുന്നറിയിപ്പ് കൊടുത്തു. അപ്പോൾ എലിയാസറിന് ഒരു ബുദ്ധിമുട്ടുണ്ടായി. അവിടെ ചെന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വരുവാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ ഈ വിവാഹം നടത്തുവാൻ കഴിയും? അത് അദ്ദേഹത്തിൻ്റെ പ്രയാസം അബ്രഹാമിനോട് അദ്ദേഹം ഷെയർ ചെയ്തു. 24-ാം അധ്യായം 6 വാക്യങ്ങൾ. അബ്രഹാം അവനോട് പറഞ്ഞത്, എൻ്റെ മകനെ അവിടെ മടക്കിക്കൊണ്ട് പോകാതിരിക്കാൻ സൂക്ഷിച്ചു കൊടുക്കുക. ദൈവം അവിടെ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് വന്നിടത്തോട്ട് ഇനിയും തിരിച്ചു കൊണ്ടുപോകരുത്.
എൻ്റെ പിതൃഭവനത്തിൽ നിന്നും ജന്മദേശത്തു നിന്നും എന്നെ കൊണ്ടുവന്നവനും എന്നോട് അരുളി ചെയ്തവനും നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് എന്നോട് സത്യം ചെയ്തവനുമായ സ്വർഗത്തിൻ്റെ ദൈവമായ യഹോവ എൻ്റെ മകന് നീ ഒരു ഭാര്യയെ അവിടെ നിന്ന് കൊണ്ടുവരുവാൻ തക്കവണ്ണം നിനക്ക് മുമ്പായി തൻ്റെ ദൂതനെ അയക്കും. നോക്കുക, 5-ാം വാക്യത്തിൽ ദാസൻ പറഞ്ഞൊരു കാര്യത്തിന് മറുപടിയാണ്, ഞാൻ അവിടെ ചെന്ന് ആലോചിക്കുമ്പോൾ പക്ഷേ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിൻ്റെ മകനെ മടക്കിക്കൊണ്ട് പോകണമോ എന്ന് ചോദിച്ചതിൻ്റെ മറുപടിയാണ് അബ്രഹാം പറഞ്ഞത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഭാഗം, നമ്മളെന്ത് വിശ്വസിക്കുമോ നാം അത് പറയണം. നാം എന്ത് വിശ്വസിക്കുമോ നാം അത് പ്രാർത്ഥിക്കണം. നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് പറയണം. വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ച കാര്യങ്ങൾ ദൈവം നടത്തി തന്നുവെന്ന് നമ്മൾ വിശ്വാസത്താൽ പറയണം. ലഭിച്ചു എന്ന് വിശ്വസിപ്പിനെന്നാൽ നിങ്ങൾക്കുണ്ടാകും. ഇവിടെ അബ്രഹാമിൻ്റെ വിശ്വാസമാണ് നമുക്കെല്ലാവർക്കും വേണ്ടിയതെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. വിശ്വാസികളുടെ പിതാവെന്ന പദവിയാണ് അബ്രഹാമിന് കൊടുത്തിരിക്കുന്നത്. അബ്രഹാം ഒരു ദൗത്യം എലയാസറിനെ ഏൽപ്പിച്ച പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ എലയാസർ പറഞ്ഞു. ഒന്ന്, ഞാൻ അവിടെ ചെന്ന് ഈ വിവരം പറയുമ്പോൾ പെൺകുട്ടിക്ക് ഒരു പക്ഷേ ഇവിടോട്ട് വരുവാൻ മനസ്സില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകണം. അത് നടക്കാതെ വന്നാൽ ചുറ്റുപാടുമുള്ള ആളുകളുടെ ഇരുന്ന് ഒരു പെൺകുട്ടി എടുക്കണമോ? ഈ രണ്ട് കാര്യത്തിന് ഉത്തരം തരണമെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞൊരു കാര്യം, എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ എൻ്റെ ദൈവം നീ അവിടെ ചെല്ലുമ്പോൾ അതിനു മുമ്പ് ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഞാൻ പറഞ്ഞതുപോലൊരു മറുപടി നിൻ്റെ മുമ്പിലെത്തിക്കും. ഇതാ വിശ്വാസം. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നടത്തിത്തരും. അവിടെ അബ്രഹാം പറയുന്ന ദൈവം തൻ്റെ ദൂതനെ അയച്ച് ഇക്കാര്യം സാധിപ്പിക്കും. അതെ, പിതാവേ, മാതാവേ, സഹോദര, സഹോദരി, കുഞ്ഞുങ്ങളെ, നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാരെ അയച്ച് നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ചു തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അത് പഴയ നിയമ കാലഘട്ടത്തിൽ മാത്രമല്ല, പുതിയ നിയമ കാലഘട്ടത്തിലും ദൂതന്മാർ വന്ന് ദൈവദാസന്മാർക്ക് മറുപടി കൊടുത്ത് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമം ആരംഭിക്കുമ്പോൾ തന്നെ സക്കറിയാവിൻ്റെ അടുക്കൽ ദൂതൻ വന്ന് പ്രാർത്ഥനയുടെ മറുപടി കൊണ്ട് കൊടുക്കുന്നതാണ് ആദ്യമായി ദൈവത്തിൻ്റെ ശബ്ദം ദൈവം കേൾപ്പിച്ചത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുതിയ നിയമത്തിൻ്റെ ആരംഭം അവിടെയാണ്. ഇരുണ്ട കാലഘട്ടമെന്ന് വിളിക്കുന്ന 400 വർഷക്കാലം ദൈവവും മനുഷ്യനുമായി ഇസ്രായേൽ മക്കളുമായിട്ട് ബന്ധമില്ലാതിരിക്കുമ്പോൾ ദൈവം ആദ്യമായി ഇടപെടുന്നത് സക്കറിയാവിനോട് ദൂതൻ വന്ന് സംസാരിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ മുതൽ ദൂതന്മാരെ ദൈവം അയച്ച് പ്രവർത്തിക്കുന്നത് പുതിയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പത്രോസിനെ കാരാഗ്രഹത്തിൽ ബന്ധിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പത്രോസിനെ വിടുവിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ അബ്രഹാം പറഞ്ഞു, ദൈവം തൻ്റെ ദൂതനെ നിനക്ക് മുമ്പേ അവിടെ അയച്ച് ഈ കാര്യം സാധിപ്പിക്കും. അങ്ങനെ എലിയാസർ അവിടുന്ന് പുറപ്പെട്ട് പെൺകുട്ടിയെ ഒരുക്കി ആഭരണമൊക്കെ ധരിപ്പിച്ച് കൊണ്ടുവരത്തക്ക വിധത്തിൽ അതിനുള്ള ആഭരണങ്ങൾ എല്ലാമായിട്ട് എലിയാസർ ഭവനത്തിൽ നിന്ന് പുറപ്പെട്ടു. അവിടെ കടന്നു ചെന്നു. ദേശമറിയാം, വീടറിയയില്ല, ഏത് പെൺകുട്ടിയാണ് ദൈവം ഒരുക്കിയിരിക്കുന്ന അറിയയില്ല. അതിന് മുമ്പിൽ അദ്ദേഹം ചെയ്ത ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് നിന്നിട്ട് അദ്ദേഹം ആദ്യം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. അത് നമ്മളിവിടെ ആദ്യം വായിച്ചത് 24-ാം അധ്യായം 11-ാമത്തെ വാക്യം. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് എലയാസർ ഒട്ടകങ്ങളെ പട്ടണത്തിന് പുറത്ത് ഒരു കിണറ്റിനരികെ നിർത്തി. എന്നിട്ട് പ്രാർത്ഥിച്ചു പറഞ്ഞ കാര്യമാണ്. പറഞ്ഞതെന്നാൽ, എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ,
എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്നു തന്നെ കാര്യം സാധിപ്പിച്ചു തരണം. ഇന്നു തന്നെ കാര്യം സാധിപ്പിച്ചു തരണം. ഈ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചാൽ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള പദവി എലിയാസറിനില്ല. എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ദൈവമേ എന്ന് പോലും പ്രാർത്ഥിക്കാൻ കഴിയാത്തൊരു വ്യക്തി അബ്രഹാമിൻ്റെ പേരിൽ പ്രാർത്ഥിച്ച് ദൈവത്തോട് അപേക്ഷിച്ച കാര്യം ഇന്ന് തന്നെ കാര്യം സാധിപ്പിക്കണം. ഇന്ന് തന്നെ കാര്യം സാധിപ്പിക്കണം. ദൈവം കാര്യം സാധിപ്പിച്ചോ എന്ന് നമുക്ക് നോക്കാം. ഇതാ, ഞാൻ കിണറ്റിൻ്റെ അരികെ നിൽക്കുന്നു. ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു. നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്ക. നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ. നീ എൻ്റെ യജമാനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും. അവൻ പറഞ്ഞു തീരും മുമ്പേ അബ്രഹാമിൻ്റെ സഹോദരനായ നാഹോറിൻ്റെ ഭാര്യ മിൽക്കയുടെ മകൻ ബെതുവേലിൻ്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു. ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകയുമായിരുന്നു. അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ച് കയറി വന്നു. ദാസൻ വേഗത്തിൽ അവളെ എതിരേറ്റ് ചെന്നു. നിന്റെ പാത്രത്തിലെ വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരണമെന്ന് പറഞ്ഞു. യജമാനെ കുടിക്ക എന്ന് അവൾ പറഞ്ഞു. വേഗം പാത്രം കയ്യിലിറക്കി അവന് കുടിപ്പാൻ കൊടുത്തു. അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാമെന്ന് പറഞ്ഞു. പാത്രത്തിലെ വെള്ളം വേഗം തൊട്ടിയിലൊഴിച്ചു. പിന്നെയും കോരിക്കൊണ്ടുവരുവാൻ കിണറ്റിലേക്ക് ഓടി ഇറങ്ങി അവൻ്റെ ഒട്ടകങ്ങൾക്കും എല്ലാം കോരിക്കൊടുത്തു. ആ പുരുഷൻ അവളെ ഉറ്റുനോക്കി യഹോവ തൻ്റെ യാത്രയെ സഫലമാക്കിയോ ഇല്ലയോ എന്നറിയേണ്ടതിന് മിണ്ടാതിരുന്നു. നോക്കുക, എലിയാസർ അവിടെ ചെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്ന് തന്നെ കാര്യം സാധിപ്പിക്കണം. ഇന്ന് തന്നെ കാര്യം സാധിപ്പിക്കണം. പ്രാർത്ഥിച്ച് തീരും മുമ്പ് നോക്കുക, പ്രാർത്ഥനയുടെ ശക്തി നോക്കിയേ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് മടുത്തു പോകരുത്, പ്രാർത്ഥിക്ക്. മടുത്തു പോകരുത്, പ്രാർത്ഥിക്ക്. മറുപടിയുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച് തീരും മുമ്പേ മറുപടി നമ്മുടെ മുമ്പിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. റിബേക്കയെ തന്നെ ദൈവം അവിടെ കൊണ്ടെത്തിച്ചു. എങ്ങനെയാണ് റിബേക്ക അവിടെ വന്നത്? അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിൽ പറഞ്ഞു, നീ അവിടെ ചെല്ലുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് മറുപടി നിൻ്റെ മുമ്പിൽ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞ ആ വാക്കുപോലെ തന്നെ എലിയാസർ പ്രാർത്ഥിച്ച് തീരുമ്പോൾ, വാക്കുകൾ തീരുന്നതിന് മുമ്പ് തന്നെ റിബേക്ക അവിടെ എത്തിച്ചേർന്നു. പിതാവേ, മാതാവേ, സഹോദര സഹോദരി, കുഞ്ഞുങ്ങളെ, നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ്. അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. നമ്മളെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. എലിയാസർ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചു. അപ്പ എന്ന് വിളിച്ചോ, സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിച്ചോ, എൻ്റെ ദൈവമെന്ന് വിളിച്ചോ, പ്രാർത്ഥിക്കുവാൻ പദവിയില്ല, അതിന് യോഗ്യതയില്ല. അബ്രഹാമിൻ്റെ കെയർ ഓഫിൽ പ്രാർത്ഥിച്ച എലിയാസറിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്തുവെങ്കിൽ ഏതു സമയവും ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് നമ്മുടെ ഏത് ആവശ്യവും അറിയിക്കത്തക്ക വിധത്തിൽ നമുക്ക് വേണ്ടി വഴി തുറന്നു തന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ
ദൈവവും പിതാവുമായ നമ്മുടെ ദൈവത്തോട് നാം എന്തപേക്ഷിച്ചാലും നാം പ്രാർത്ഥിച്ച് തീരും മുമ്പേ മറുപടി നമ്മുടെ മുമ്പിൽ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹ സംബന്ധമായ കാര്യമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ രോഗസൗഖ്യത്തിൻ്റെ കാര്യമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ഏത് വിഷയമാണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ച് തീരും മുമ്പേ മറുപടി എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ എലിയാസർ റെബേക്കുമായി മടങ്ങി വന്നു. അബ്രഹാമിൻ്റെ മകൻ ഇസ്ഹാക്കിന് ദൈവം ഒരുക്കിയ ആ പെൺകുട്ടിയെ തന്നെ അവിടെ എത്തിക്കുവാൻ ദൈവം എലിയാസറിനെ സഹായിച്ചു. അബ്രഹാം വയസ്സെന്ന് വൃദ്ധനായപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇനിയും ഇതൊന്നും കാണുവാൻ കഴിയുകയില്ല എന്ന് ചിന്തിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എലിയാസറിൻ്റെ കയ്യിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. എന്നാൽ നമ്മുടെ ദൈവം നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. 91 സങ്കീർത്തനത്തിലിരിക്കുന്നു, എൻ്റെ രക്ഷയെ ഞാൻ അവന് കാണിച്ചു കൊടുക്കും, ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും എന്ന് പറഞ്ഞാൽ ദൈവം ഒരുക്കിയ അനുഗ്രഹത്തിൻ്റെ വഴികൾ കാണുവാൻ തക്കവണ്ണം നമുക്ക് ദീർഘായുസ് നൽകുന്ന ദൈവമാണ്. ദീർഘായുസ് നൽകി ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അബ്രഹാമിന് വേണ്ടി എലിയാസിന് വേണ്ടി പ്രവർത്തിച്ച ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? അവരിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിപ്പിക്കാൻ പോവുകയാണ്. മറ്റൊരു ദൈവദാസൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തതിനെക്കുറിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 4-ാം അധ്യായം 9-10 വാക്യങ്ങൾ. എബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ എബ്ബേസ് എന്ന് പേരിട്ടു. എബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട് അങ്ങനെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കിയും അവിടുത്തെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഇവിടെ എബ്ബേസിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചെറിയ ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ വംശാവലിയെക്കുറിച്ച് രേഖപ്പെടുത്തിയെടുത്ത് എബ്ബേസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് 2 വാക്യത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയിരിക്കുക. എബ്ബേസ് ജനിക്കുമ്പോൾ മറ്റ് സഹോദരന്മാർ തനിക്കുണ്ട്. എന്നാൽ അവൻ്റെ അമ്മ എൻ്റെ ജീവിതകാലം മുഴുവൻ ഇവൻ വ്യസനമായിരിക്കും, വ്യസനപുത്രൻ എന്നുള്ള അർത്ഥത്തിൽ എബ്ബേസ് എന്ന് പേരിട്ടു എന്ന് നമ്മൾ വായിച്ചു കേട്ടു. വേദശാസ്ത്രിയുടെ അഭിപ്രായത്തിൽ വ്യക്തമായ അംഗവൈകല്യമുള്ളവനായി, മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ എബ്ബേസിൻ്റെ ജനനത്തിങ്കൽ വ്യക്തമായി അംഗവൈകല്യമുള്ളവനായിട്ട് ജനിച്ചതായിരിക്കും എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അന്ധനായി ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരുന്നുവെങ്കിൽ, അംഗവൈകല്യമുള്ളവനായി ഈ ഭൂമിയിലേക്ക് വരുന്നുവെങ്കിൽ അത് അവന് മാത്രമല്ല അവൻ്റെ മാതാപിതാക്കൾക്കൊക്കെ എന്നും ദുഃഖമായിരിക്കും. അപ്പോൾ സഹോദരന്മാരുടെ അത്രയും ബലമില്ലാത്തവനായി, കഴിവില്ലാത്തവനായി ഒരു കുഞ്ഞ് ഭൂമിയിൽ പറന്നിരിക്കുക. എബ്ബേസ് എന്ന് പേരിട്ടിരിക്കുകയാണ്. എന്നാൽ എബ്ബേസ് വളർന്നു വരുമ്പോൾ എബ്ബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, ദൈവമേ അവിടുന്ന് നിശ്ചയമായി എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിര് വിസ്താരമാക്കണം, അവിടുത്തെ കൈ എൻ്റെ കൂടെ ഇരുന്ന്
അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ എന്നെ കാക്കണമേ. ഇതായിരുന്നു എൻ്റെ കൊച്ചു പ്രാർത്ഥന. ദൈവം എബേസിൻ്റെ പ്രാർത്ഥന കേട്ടു. എബേസിൻ്റെ അതിരെല്ലാം ദൈവം വിസ്താരമാക്കി തീർത്തു. എബേസിനെ ദൈവം അനുഗ്രഹിച്ചു. എബേസിനെ ദൈവം ഉയർത്തി. ഇവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? എബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അമ്മയ്ക്ക് ജനിച്ച മറ്റേ മക്കളുണ്ട്, മറ്റാൺമക്കളുണ്ട്. അവരൊക്കെ മിടുക്കന്മാരായിരുന്നു. എന്നാൽ അവരെക്കാൾ മാന്യനാക്കി ദൈവം എബേസിനെ തീർത്തു. അവൻ്റെ ശാരീരിക ബലം കൊണ്ടല്ല, അവൻ്റെ ശക്തി കൊണ്ടല്ല, അവൻ്റെ പ്രാർത്ഥന കൊണ്ടാണ് ദൈവം അവനെ ഉയർത്തിയെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏതു സാഹചര്യമാണെങ്കിലും ദൈവത്തിന് നമ്മെ ഉയർത്തുവാൻ കഴിയും. ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ കഴിയും. എല്ലാം തീർന്നു, എല്ലാം സമാപിച്ചു, എൻ്റെ ജന്മം ഇങ്ങനെയായി തീർന്നല്ലോ, ഞാൻ ഈ സാഹചര്യത്തിൽ ജനിച്ചല്ലോ എന്നൊക്കെ ഓർത്ത് നമ്മൾ ഭാരപ്പെടാറുണ്ട്. അതിനപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എബേസിനെ ഉയർത്തിയ ദൈവത്തിന്, എബേസിനെ അനുഗ്രഹിച്ച ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കാൻ കഴിയും. എലിയാസർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിച്ചു തീരുന്നതിന് മുമ്പ് മറുപടി ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ അതേ ദൈവം താങ്കൾ കൊണ്ട് പ്രവർത്തിക്കും. എബേസ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എബേസിനെ ഉയർത്തി ഏറ്റവും മാന്യനാക്കിയെങ്കിൽ അതേ ദൈവം താങ്കളെ ഉയർത്തി ഉന്നതമായ സ്ഥലത്ത് എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. താങ്കളെ മാന്യനാക്കി തീർക്കുവാൻ കഴിയും. ഇന്നത്തെ സാഹചര്യങ്ങളെ ഓർത്ത് നമ്മൾ വിലപിക്കരുത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക. ഒറ്റ മാർഗമേ ഉള്ളൂ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുക. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തെ അറിയിക്കുക. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. അങ്ങനെ വിശ്വസിക്കുന്നുവെങ്കിൽ എന്നോട് ചേർന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമോ? നമുക്കൊന്നിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളൊന്നിച്ച് തിരുമുഖത്തേക്ക് നോക്കുന്നു. എലിയാസ് പ്രാർത്ഥിച്ച് തീരും മുമ്പ് മറുപടി വെളിപ്പെടുത്തിയ ദൈവം, എബേസിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ പ്രവർത്തിച്ച ദൈവം, പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ മറുപടി വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ദൈവം, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിൻ്റെ മറുപടികൾ വ്യക്തമായി വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്ന ദൈവം ഞങ്ങളുടെ ദൈവമാകിയ സ്തോത്രം ചെയ്യുന്നു. എല്ലാ മണ്ഡലങ്ങളും എല്ലാ വ്യക്തികൾക്കും വേണ്ടി അവിടുത്തെ മറുപടികൾ വെളിപ്പെടുത്തണമേ. ഏത് സ്ഥലത്താണോ, ഏത് സമയത്താണോ, ഏതാവശ്യമാണോ, അതാത് സ്ഥലത്ത് അതാത് സമയത്ത് അതാത് ആവശ്യത്തിൻ്റെ മറുപടികളെ അവിടുന്ന് വെളിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അസാധ്യമായതൊന്നുമില്ല, അസാധ്യമായതൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നുമില്ല, ഇല്ല ഇല്ല അസാധ്യമായതില്ല, ദൈവത്താൽ അസാധ്യമൊന്നും